ഇപ്പൊ എന്താ EP ജയരാജൻ BJP ബാന്ധവമാണ്. ജാവദേക്കറെ കണ്ടു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഞങ്ങളാണ് ആരോപണം ഉന്നയിച്ചത്. CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട്. ആദ്യം നിഷേധിച്ചു, പിന്നെ സമ്മതിച്ചു. രണ്ടാമത് പറഞ്ഞു പ്രകാശ് ജാവദേക്കർ ജയരാജൻ കണ്ടു. അപ്പൊ ജയരാജൻ അത് സമ്മതിച്ചു ഇലക്ഷന്റെ അന്ന്. അപ്പൊ മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി ജയരാജനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലായിടത്തും വാർത്ത വന്നു. ഞാൻ 1 മണിക്കൂറിനകം പറഞ്ഞു ജയരാജനെ തള്ളി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി. എന്താ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ജയരാജന്റെ ബന്ധം അന്ന് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. അത് ദല്ലാളിനെ ഇഷ്ടമല്ല. ദല്ലാൾ പഴയ VSന്റെ ആളാണ്. അത് കാരണം പിണറായി വിജയന് ഇഷ്ടമല്ല ദല്ലാളിനെ. അത് തള്ളി പറഞ്ഞു. നല്ല ആളുകളുമായിട്ട് ബന്ധം വേണമെന്നൊക്കെ പറഞ്ഞു. ജയരാജൻ ഉപദേശിച്ചു. അപ്പം മാധ്യമപ്രവർത്തകർ പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജാവദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പമെന്നാ മുഖ്യമന്ത്രി ചോദിച്ചത്. ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പൊ ജാവദേക്കറെ കണ്ടതിന് ജയരാജനെ പുറത്താക്കി. ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ്. ഞങ്ങളുടെ ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്തിനാ ജാവദേക്കറെ 5-6 പ്രാവശ്യം കണ്ടത്? ജാവദേക്കർ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഓക്കെ. ജാവദേക്കർ കേന്ദ്രമന്ത്രി അല്ല. ജാവദേക്കർ കേരളത്തിലെ BJPയുടെ സംഘടനാ ചുമതലയുള്ള എന്താ വാക്ക്? പ്രഭാരി അല്ലേ? പ്രഭാരിയ. കേരളത്തിലെ BJPയുടെ സംഘടനാ ചുമതലയുള്ള ആ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറിനെ എന്തിനാണ് പിണറായി വിജയൻ 5-6 പ്രാവശ്യം കണ്ടത്? അതാ ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ജയരാജന്റെ പുറകെ, ജയരാജൻ ആ കാര്യത്തിലാ പുറത്താക്കിയതെങ്കിൽ ജയരാജന്റെ പുറകെ ഈ പിണറായി വിജയനെയും കൂടി വിടണ്ടേ പുറത്തോട്ട്? ജാവദേക്കറെ കണ്ടതിന് ജാവദേക്കർ എന്താ വേറെ വല്ല അവര് തമ്മിൽ വല്ല അതിർത്തി തർക്കം ഉണ്ടായിരുന്നോ? വേറെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ അവര് തമ്മിൽ? കാണാൻ പോയത് 6 പ്രാവശ്യം 5-6 പ്രാവശ്യം കണ്ടെന്നു ജാവദേക്കറെ കേരളത്തിലെ മുഖ്യമന്ത്രി. എന്തിന്, ആർക്കു വേണ്ടി കണ്ടു? അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞോ, കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് അടിവരയിടുകയാണ്. ഒന്ന്, CPM BJP ബാന്ധവമുണ്ട്. BJPയെ നാണിക്കുന്ന തരത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ, വിഭാഗീയതയുണ്ടാക്കാൻ, സംഘപരിവാറിനെ നാണിക്കുന്ന രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ CPM ശ്രമിച്ചു. ശരിയായില്ലേ? ഇപ്പോ 3, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘമാണ് നിയന്ത്രിക്കുന്നത്. ശരിവച്ചില്ലേ? 4, മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം CPM നേതാക്കൾക്ക് BJPയുമായി ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്. എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ? ഞങ്ങൾ നിരന്തരമായി കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ പ്രതിപക്ഷം ആവർത്തിച്ചുകൊണ്ടിരുന്ന യാഥാർത്ഥ്യം ശരിയാണ് എന്ന് ഇപ്പോൾ പുരയ്ക്ക് മുകളിൽ കയറി CPMകാർ തന്നെ വിളിച്ചു പറയുന്ന കാഴ്ചയാണ് കേരളത്തിൽ. അതിദയനീയമായ സ്ഥിതിയാണ് സംസ്ഥാനത്തിൻ്റെത്. ഇത്രയും ക്രിമിനലുകളാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു.